ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 4G വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൻ്റെ അതിന് ജോബ് കാർഡിൽ പറഞ്ഞാണ് കംപ്ലയിൻറ്റുകൾ പറഞ്ഞാൽ ഒന്ന് പിക്കപ്പ് കുറവായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെൽഫ് വർക്ക് ചെയ്യുള്ള അതാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. പിന്നെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, ഇത്രയും കേസാണ് ജോബ് കാർഡിൽ പറഞ്ഞാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് വലിയ കുറവൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ ബാക്ക് ഭാഗത്തു നിന്ന് നമ്മൾ ചെക്ക് ചെയ്ത് വന്ന സമയത്ത് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് വീൽ അഴിച്ചേക്കണ കാരണമാണ് ബാക്ക് വീല് അതിന് ശേഷം നമ്മൾ അഴിക്കുള്ളൂ. അപ്പോൾ അഡ്ജസ്റ്റിങ് ഏറെക്കുറെ 90% കഴിഞ്ഞാൽ നിൽക്കണം. അപ്പോൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ബാക്ക് വീൽ അഴിച്ചിട്ട് ബ്രേക്ക് ലൈനർ മാറ്റി ക്യാമ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്, കുഴപ്പമൊന്നുമില്ല. ബാക്ക് വീൽ ബെയറിങ്ങിൻ്റെ കേസും ഓക്കെയാണ്. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് നോക്കുമ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് 1-2 പാർട്സുകൾ ഡാമേജ് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ലൈനർ, അതായത് ക്ലച്ച് ഷൂ എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റം ഇത് പൊളിഞ്ഞു പോയേക്കാണ്. ഇതേപോലെ വന്ന ഭാഗമാണ് ഇവിടെ, അവിടെ അത് പൊളിഞ്ഞു പോയിട്ട് ക്ലച്ച് ഡ്രമ്മിലേക്ക് കയറി പിടിച്ചു പിടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലച്ച് ഡ്രമ്മും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ക്ലച്ച് ഷൂ മാറ്റി സെറ്റ് ചെയ്യേണ്ടതാണ്. ക്ലച്ച് ഡ്രമ്മിൻ്റെ കംപ്ലയിൻറ്റ് അതിൻ്റെ ഉള്ളിൽ ശരിക്കും മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് വന്നപ്പോൾ ആ ഭാഗം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ച് വന്നേക്കാണ്. അപ്പോൾ ഈ ഒന്നുപോലെ ക്ലച്ച് ഔട്ടർ മാറ്റണം, അതല്ല ഈ ക്ലച്ച് ഔട്ടർ പോളിഷ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യണം. അപ്പം ബെറ്റർ നമുക്ക് മാറ്റി പുതിയത് ഇടണമാണ്. അതല്ലെങ്കിൽ എമൗണ്ട് ഒരു അല്പം കുറയ്ക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വേണമെങ്കിൽ നമുക്ക് ക്ലച്ച് ഒന്ന് വേണമെങ്കിൽ പോളിഷ് ചെയ്യാം. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത് ക്ലച്ച് ഔട്ടർ മാറ്റിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് പറയണത്. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതേപോലെ തന്നെ ക്ലച്ച് ഷൂ ശരിക്കും പറഞ്ഞാൽ 1000 രൂപ മുകളിൽ നമുക്ക് വില ഉണ്ട്. 1200 അടുത്ത് എന്താണ് അതിൻ്റെ റേറ്റ് വരാം. ഞാൻ കറക്റ്റ് നോക്കിയിട്ട് അതിൻ്റെ ഒരു കൊട്ടേഷൻ തരാം. ആ കൊട്ടേഷൻ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. ഇത് നമുക്ക് ഒരു പീസായിട്ട് വരില്ല, അങ്ങനെ സെറ്റാണ്. അതായത് 3 യൂണിറ്റ് അടക്കം വരുന്ന സെറ്റായിട്ടാണ് വരാം. അപ്പോൾ ക്ലച്ചിനകത്ത് വലിയുടെ പ്രോബ്ലം വരാൻ ഒരു കാരണം ഇതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റും ഈ ഭാഗം സെൻറ്റർ ഭാഗത്തേക്കൊക്കെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഉപയോഗമുണ്ട്, നല്ല രീതിയിൽ വണ്ടി ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബെൽറ്റ് കൈയോടെ മാറ്റി കളയണതാണ് നല്ലത്. നേരെ മറിച്ച് ഓട്ടം വളരെ കുറവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ ഉപയോഗിക്കാം, അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. പക്ഷേ ഞാൻ ആ തരുന്ന കൊട്ടേഷനിൽ ബെൽറ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയണത്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ റിപ്ലൈ ഇട്ടാൽ മതി. കാരണം എന്ന് വെച്ചാൽ അത് അത്യാവശ്യം ഓട്ടം ഉള്ള വണ്ടിയാണെങ്കിൽ ഇത് ഇടയ്ക്ക് വഴിയിൽ പെട്ടുപോകും. നമ്മൾ ബെൽറ്റ് പൊട്ടി വഴി പെടുന്നൊരു സിറ്റുവേഷൻ വരും. അതില്ലാതിരിക്കാനാണ് ഞാൻ കംപ്ലൈൻറ്റുള്ള പാർട്സുകളുടെ കൊട്ടേഷൻ നമ്മൾ തരാം. അപ്പോൾ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ കിക്കർ ഈ കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഇത് ഉരഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസസ് സ്ലൈഡ് എന്ന് പറയാം, അതിൻ്റെ ഉള്ളിൽ വന്ന ഭാഗമാണ്. അത് അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തേമാനം ക്ലച്ചിന് ഒരേപോലെ എല്ലാ ഭാഗങ്ങളിലേക്കാണ് വരാം. അപ്പോൾ ചിലത് കൂടുതലായിട്ട് വരും, അങ്ങനെ തന്നെ മിസ്റ്റേക്ക്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെയർ കേസിലൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ബ്രേക്ക് ലൈനറൊക്കെ ഉരഞ്ഞ് തീർന്ന പോലെ തീർന്നിട്ടൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടി വരാറ്. ഇതിപ്പോൾ പൊളിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ നമുക്ക് വലിയുടെ ഒരു പ്രശ്നം കാണിക്കാൻ സാധ്യതയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാർബേറ്ററിൻ്റെ ഭാഗമാണ്. കാർബേറ്റർ നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് അതിൻ്റെ നമുക്ക് പുറമേ നിന്ന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ട് കാർബേറ്റർ കറക്റ്റ് ട്യൂണിങ്ങിലേക്ക് നിർത്താം. അപ്പോഴാണ് നമുക്ക് ആ ഭാഗം, അതായത് ആ സെക്ഷൻ പെട്രോൾ ഇറങ്ങി ചെല്ലുന്ന സെക്ഷൻ കറക്റ്റ് ആവുള്ളൂ. ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മേജറായിട്ടുള്ള വലിയ കുറവായിട്ടൊന്നും ഫീൽ ചെയ്യണില്ല. ആ ക്ലച്ചിൻ്റെ പ്രോബ്ലം കൊണ്ട് വന്നേക്കണ ഒരു പ്രശ്നമാണ് നമുക്ക് ഫീൽ ചെയ്യാൻ. ഇനി അതല്ലെങ്കിൽ ആ കാർബേറ്റർ അസംബ്ലി കൂടി നമുക്കൊന്ന് അഴിച്ച് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് മിക്കവാറും 90% അതിൻ്റെ സ്ലോ ജെറ്റ് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ചില സമയത്ത് തന്നെയും ആ ഒരു പ്രോബ്ലം കാണിക്കുക. അത് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാനത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം. നോക്കിയിട്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് മേജറായിട്ടൊരു പ്രോബ്ലമായിട്ട് നമുക്ക് തോന്നണില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളതിൻ്റെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു, വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളും വേറെ പറയത്തൊക്കെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചാണ്. ലിങ്ക് ബുഷിനൊക്കെ ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ കോളർ മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിലെ ഗ്രീൻ ബുഷിൻ്റെ ഭാഗമായാലും വേറെ പറയത്തൊക്കെ കംപ്ലൈൻറ്റ് ഇല്ല, അതും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക. ഈ ഭാഗത്ത് മാത്രമാണ് ഒരു കോളർ വ്യത്യാസം, കോളറിൻ്റെ തേമാനം കൂടുതലായിട്ട് കാണാം. അത് നമുക്ക് ഒരു പീസായിട്ട് കിട്ടും, അത് നമുക്ക് മേടിച്ച് മാറ്റിയിടാം. അത് മാറ്റി ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യാം. അത് പരമാവധി ഉപയോഗിക്കുക, എന്നിട്ട് മാറ്റി കളഞ്ഞാൽ മതി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അത് കേബിളിൻ്റെ ആണ്. കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. ക്രൗണ് പിന്നിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. തേമാനം അത് പ്ലാസ്റ്റിക് ടൈപ്പാണ് ഈ ക്രൗണൊക്കെ.
അപ്പോൾ തേയ്മാനം അങ്ങനെ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അത് നമുക്ക് വീല് കയറ്റിയിട്ട് വർക്ക് ചെയ്യിക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കേസൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ടയറൊക്കെ അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ബബ്ലിങ് കാണിക്കുന്നുണ്ട്, പരമാവധി ഉപയോഗിച്ചിട്ടൊക്കെ മാറ്റിക്കളയാം. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളതിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററിയുടെയാണ് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് വരാം. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 4 ആമ്പിയറാണ് ബാറ്ററിയുടെ കപ്പാസിറ്റി. നമുക്കത് നോക്കുന്ന സമയത്ത് അതിൻ്റെ വോൾട്ടിലേക്ക് വിടുമ്പോൾ 5 വോൾട്ടിലേക്ക് വരാം ലോഡ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലോ ആയി പോകും ബാറ്ററി. അങ്ങനെ വരുമ്പോൾ സ്റ്റാർട്ടിങ് ആവില്ല. അതാണ് ഇപ്പോൾ വണ്ടിക്ക് കംപ്ലൈൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വയ്ക്കാനാണ് തരുള്ളൂ. അപ്പോൾ ഇതിനകത്ത് 2023 മോഡൽ ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഒരു വർഷം ചിലപ്പോൾ വാറണ്ടി പീരീഡിലാവാം. അപ്പോൾ വാറണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അത് 24 മാസമാണ് ആമറോണിൻ്റെ ബാറ്ററിയുടെ വാറണ്ടി കാലാവധി. 24 മാസം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിയിൽ മാറ്റി കിട്ടാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ വാറണ്ടി കാർഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് ബാറ്ററി മാറ്റണം. അപ്പോൾ വാറണ്ടി കാർഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാറണ്ടി പീരീഡിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് വാറണ്ടിക്ക് അയച്ച് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അത് ഓൾറെഡി നമ്മുടെ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാറണ്ടിക്ക് വിടാം. ഇനി അതല്ല നിങ്ങൾ വേറെ ഇവിടെ നിന്നെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേണം നമ്മൾ വാറണ്ടിക്ക് അയക്കാനായിട്ട്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. വലിയ പഴക്കമൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ കൂടെ മാറ്റിയേക്കണം. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അത്യാവശ്യം ഡാമേജിലേക്ക് എത്തി. സ്പോഞ്ച് ടൈപ്പാണ്, പൊടിഞ്ഞൊരവസ്ഥയിലേക്കാണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ച് കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ്, അതായത് കാർബറേറ്റർ ക്ലീനിങ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ്. എൻ്റെ കൊട്ടേഷനാണ് ഞാൻ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇടാൻ പോണേ. അപ്പോൾ വീഡിയോ കാണാം, ആ കൊട്ടേഷനുമായി ബന്ധപ്പെട്ടൊന്ന് ഒത്തു നോക്കാം. അതിന് ശേഷം ഏതൊക്കെയെങ്കിലും ഒഴിവാക്കേണ്ട വർക്കുകളുണ്ടെങ്കിൽ അത് പറയാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ജനറൽ സർവീസിനായിട്ട് കയറുമ്പോൾ നമ്മുടെ വണ്ടിയുടെ കംപ്ലയിൻസുകൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഫോർവേഡ് ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് നോക്കിയിട്ടൊന്ന് പറയാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.